ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബെഡ്റൂമാണ്. ബെഡ്റൂമിലൊക്കെ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. മിക്കവാറും എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരു ഫുഡ് ലാമ്പ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫുഡ് ലാമ്പ് വരുന്നത് കേട്ടോ. ഈ ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു 9 വാട്ടിൻ്റെ LED ബൾബിലൊക്കെയാണ് അധികം കണ്ടുകൊണ്ടിരിക്കുക. അത് ചെറിയ രീതിയിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഓഫ് ആക്കിയാലും ചെറിയ രീതിയിലൊരു മങ്ങിയ പോലെ കത്തുണ്ടാവും. അത് ഫുഡ് ലാമ്പ് ആയാലും 9 വാട്ടിൻ്റെ ബൾബായാലും കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് അത് എന്ത് കാരണം കൊണ്ടാണ് കത്തുന്നത്. ആ 2 കാരണം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത് നമ്മൾ ഇടുന്ന പൈപ്പ്, ഇത് നമ്മൾ SP-യുടെ പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന്. അപ്പോൾ നമ്മൾ ആ ഇടുന്ന പൈപ്പ് ഒന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ISA പൈപ്പ് തന്നെ, നല്ല ISA പൈപ്പ് തന്നെ നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന പൈപ്പിൻ്റെ തിക്നെസ്, ഇതിപ്പോൾ 20-25 ആണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 20-25 ആണ് ഈ വീടിന് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒരുപാട് വയർ വലിക്കുന്ന സമയത്ത് എന്താവും വെച്ച് കഴിഞ്ഞാൽ ഈ വയറുകൾ തമ്മിൽ കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഇൻഡക്ഷൻ വരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകളിലും എനിക്ക് കംപ്ലയിൻറ്റ് ആദ്യം ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇതുവരെയൊക്കെ ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ ഒരു വീട്ടിലെവിടെയും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് മിക്കവാറും നമ്മൾ വയറിൻ്റെ പൈപ്പ് കൂടി ഇടുന്ന വയറുകൾ കംപ്ലീറ്റ് നമ്മൾ കമ്മിയാക്കി പറഞ്ഞാൽ പൈപ്പിൻ്റെ എണ്ണം കമ്മിയാക്കി വയറുകൾ കുറച്ച് ഫ്രീ ആയി കിടക്കാൻ തുടങ്ങി. പിന്നെ റൂമിൽ നിന്ന് നമ്മൾ സെക്ഷൻ കൊണ്ടുപോകുന്ന പൈപ്പ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു നോർമലായിട്ട് ചെറിയൊരു വീടൊക്കെ ആണെങ്കിൽ ഒരു 25 കൊണ്ടുപോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പൈപ്പ് ഉണ്ടെങ്കിൽ ഒരു വയർ പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്ലഗ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ 2 പൈപ്പ്, ഒരു 25 അല്ലെങ്കിൽ 225 കൊണ്ടായാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാറെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ കംപ്ലയിൻറ്റ് ഉള്ളവരും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. SP Conduits, a product of Sharon Group.